ഹായ് ഫ്രണ്ട്സ്, ബിന്ദുസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്നൊരു കുക്കറിനകത്ത് പെട്ടെന്നൊരു പാലട പായസം തയ്യാറാക്കാമേ. അതിനുവേണ്ടി ഞാൻ ടേസ്റ്റി ആയിട്ടുള്ളൊരു പായസമാണ്. 200 ഗ്രാം ആണ് ഇത് പാലട. ഞാനിതിൻ്റെ പകുതിയാണ് എടുക്കുന്നത്. 1 ലിറ്റർ പാലിലാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. നമുക്കിതൊന്ന് വേവിച്ച് വെക്കാം. അട വേവുന്ന സമയം കൊണ്ട് നമുക്ക് 1 സ്പൂൺ നെയ്യ് ഇതിലേക്കിട്ട് നെയ്യിട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കാരമലൈസ് ചെയ്തെടുക്കാമേ. തീ കുറച്ചിട്ടിട്ട് വേണം, അല്ലെങ്കിൽ ഒരു കയ്പ്പ് രസം വരുവേ. നമുക്കിതൊന്ന് കാരമലൈസ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ പഞ്ചസാര കാരമലായി വന്നിട്ടുണ്ട്. നമുക്കിനി അതിലേക്ക് പാല് ചേർത്ത് കൊടുക്കാം. 1 ലിറ്റർ പാൽ ഞാൻ തിളപ്പിച്ച് വെച്ചിരിക്കുന്നതാണ്. അത് കുറച്ചിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ പാല് നമ്മൾ മുഴുവൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ പാലൊന്ന് വെന്ത് വറ്റി വരട്ടെ. ഇതിലേക്ക് നമുക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. മധുരമൊക്കെ അവരവരുടെ അനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾ കുക്കർ പാലൊന്ന് അടച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. വിസിൽ വെച്ചിട്ടില്ല. കുറച്ച് നേരം അങ്ങനെ ഇരിക്കട്ടെ. അങ്ങനെ നമ്മുടെ പാലൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. നമ്മൾക്കതിലേക്ക് വേവിച്ച് കഴുകി വെള്ളം ഊറ്റി വെച്ചിരിക്കുന്ന അട ചേർത്ത് കൊടുക്കാം. കുറച്ച് സമയം കൂടെ നമുക്കിതൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം. നമുക്കൊന്ന് തുറന്ന് കൊടുത്തിട്ട് ഇനി ഇച്ചിരി തീ കൂട്ടിയിട്ട് ഒന്ന് വറ്റിച്ചെടുക്കാം. ഇത് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം ഇടയ്ക്കിടയ്ക്ക്, അടിയിൽ പിടിക്കാതെ. അങ്ങനെ നമ്മുടെ കാരമൽ പാലട പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളും ഒന്ന് തയ്യാറാക്കി നോക്കണേ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. കൂടെ ആ സബ്സ്ക്രൈബ് ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ. കണ്ടില്ലേ, നമ്മുടെ അടയെല്ലാം തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ഒരു പരുവം. താങ്ക് യു. നിങ്ങൾക്കിതിൽ വേണമെങ്കിൽ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. അണ്ടിപ്പരിപ്പും മുന്തിരിയും നെയ്യിൽ വറുത്ത് ഇട്ട് കൊടുക്കാം. ഞാനിതൊന്നും ഇട്ട് കൊടുക്കുന്നില്ല, കാരണം